പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാത്തതിൽ ജനതാദൾ എസിൽ ഇപ്പോൾ അസ്വസ്ഥതകളുണ്ടല്ലോ. പ്രത്യേകിച്ച് മാത്യു ടി വിഭാഗം അതൃപ്തി പ്രകടമാക്കുന്നു. അതായത് കേന്ദ്ര ഘടകവുമായി വേർപിരിഞ്ഞിട്ട് വർഷം 1 കഴിഞ്ഞിട്ടും തീരുമാനം ആകാതെ മുന്നോട്ട് പോവുകയാണ്. പാർട്ടിയെ ബലി കൊടുക്കുന്നത് ഇരുവർക്കും MLA സ്ഥാനം നിലനിർത്താനാണ് എന്നുള്ള ആക്ഷേപങ്ങളും പുറത്തു വരുന്നുണ്ട്. നമുക്കറിയാം പാർട്ടിയുടെ ദേശീയ ഘടകം BJP നേതൃത്വം നൽകുന്ന NDAയ്ക്കൊപ്പമാണ്. ജനതാദൾ എസ് എന്ന് പറയുന്ന ദേവഗൗഡ ആണ് അവരുടെ അഖിലേന്ത്യാ നേതാവ്. അദ്ദേഹവും മകനുമൊക്കെ ഇപ്പോൾ ആ പാർട്ടിയിലാണ്, NDAയിലാണ്. NDAയുടെ കേന്ദ്രമന്ത്രി കൂടിയാണ് ജനതാദൾ എസിൻ്റെ പ്രതിനിധി. അപ്പോൾ സംസ്ഥാന ഘടകം അതേ പേരിൽ നിലകൊണ്ടിട്ട് ഇവിടെ LDFനൊപ്പം നിന്ന് മന്ത്രിസ്ഥാനമൊക്കെ ആയി അതങ്ങനെ LDFനൊപ്പം പോവുകയാണ്. ഈ പാർട്ടി പുതിയ പാർട്ടി രൂപീകരിക്കണമെന്നൊക്കെ CPM നിർദ്ദേശം നൽകിയിരുന്നെങ്കിലും ചർച്ചകളൊക്കെ വന്നുവെങ്കിലും പുതിയ പാർട്ടിയിലേക്ക് അവർ കടക്കുന്നില്ല. എന്താണ് അതിൻ്റെ സാങ്കേതിക പ്രശ്നങ്ങൾ പ്രജിത്ത്? വിനോദ, 2023 സെപ്റ്റംബറിലാണ് JDS ദേശീയ ഘടകം NDAയ്ക്കൊപ്പം ചേർന്ന് നിന്ന് BJPക്കൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് പോകുന്നതും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗമാകുന്നതും. ഈ സമയത്ത് തന്നെ സംസ്ഥാന ഘടകം CPMൻ്റെ ഒപ്പം നിൽക്കുന്ന ഇടതുമുന്നണിക്കൊപ്പം നിൽക്കുന്ന സംസ്ഥാന ഘടകം ദേശീയ ഘടകവുമായിട്ടുള്ള എല്ലാ ബന്ധവും വിച്ഛേദിക്കാൻ തീരുമാനമെടുക്കുന്നു. തങ്ങൾ പുതിയ പാർട്ടി പ്രഖ്യാപിക്കുമെന്നുള്ള ഒരു വാർത്താ സമ്മേളനമൊക്കെ വിളിക്കുന്നു. അങ്ങനെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിരുന്നു. ഏതാണ്ട് ഇപ്പോൾ JDS NDAയ്ക്കൊപ്പമായി, പക്ഷേ സംസ്ഥാന ഘടകം LDFനൊപ്പം ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഒരു സ്റ്റേൽമേറ്റ് സിറ്റുവേഷനിലേക്ക് വന്നിട്ട് ഏതാണ്ട് 16 മാസം പിന്നിടുന്നു. ഇപ്പോഴും സ്വന്തമായൊരു കൊടിയോ പാർട്ടിയുടെ പേരോ ചിഹ്നമോ ഒന്നുമില്ലാത്തൊരവസ്ഥയിലാണ്. ഒരു നാഥനില്ല കളരി എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ, അല്ലെങ്കിൽ എന്താണ് ഈ സംവിധാനം എന്നുള്ള ഒരു ഐഡിയ അതിലെ നേതാക്കന്മാർക്ക് പോലും ഇല്ലാത്തൊരു ആൾക്കൂട്ടമായി കേരളത്തിലെ JDS ഘടകം മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. JDSനെ നമ്മൾ ജനതാദൾ മാത്യു ടി തോമസ് വിഭാഗം എന്ന് വിളിക്കാറുണ്ടെങ്കിലും അതൊരു ഔദ്യോഗികമായിട്ടുള്ള ഒരു പേരോ പാർട്ടി വിഭാഗമോ ഒന്നുമല്ല. അത് താൽക്കാലികമായി വിളിച്ചു പോകുന്ന ഒരു സംവിധാനമാണ്. വേണമെങ്കിൽ കേരള ജനതാദൾ എന്നൊക്കെ നമുക്ക് വിളിക്കാവുന്നതാണ്, നേരത്തെ ഒരു പരിഹാസമൊക്കെ ഉയർന്നത് പോലെ. പക്ഷേ അപ്പോഴും സ്വന്തമായിട്ടൊരു പാർട്ടി സംവിധാനം രൂപീകരിക്കാത്തതിൽ നേതാക്കൾക്കിടയിൽ വലിയ എതിർപ്പുണ്ട്. പ്രത്യേകിച്ച് ജോസ് തെറ്റയിലെ പോലെയുള്ള മുതിർന്ന നേതാക്കൾ നേരത്തെ ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് പാർട്ടിയുടെ പ്രധാനപ്പെട്ട സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള മാത്യു ടി തോമസിന് ഒരു കത്തയക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. പാർട്ടിയുടെ അസ്തിത്വം ഇല്ലാതാക്കരുത്, നേതാക്കൾ കൂട്ടത്തോടെ കൊഴിഞ്ഞുപോകുന്ന അവസ്ഥയുണ്ടാകുന്നു. താഴെത്തട്ടിലടക്കം ഈ കൊഴിഞ്ഞുപോക്ക് വ്യാപകമാണ്. രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് സാധിക്കാത്തൊരു സാഹചര്യം സംസ്ഥാനത്തുണ്ട്, സ്വന്തമായി പേരും ചിഹ്നവും ഒന്നും ഇല്ലാത്തൊരു പാർട്ടിയായതിനാൽ തന്നെ. അപ്പോൾ അതിലൊക്കെ ഒരു പരിഹാരം വേണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു അന്ന് മാത്യു ടി തോമസിന് ജോസ് തെറ്റിലടക്കമുള്ള ഒരു കത്ത് നൽകിയത്. എന്നാൽ ഇതിൽ പോലും ഒരു നടപടി ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസമാണ് ഏതാണ്ട് ജൂൺ മാസത്തിന് ശേഷം ഒരു സംസ്ഥാന തലത്തിലൊരു ഭാരവാഹി യോഗം ചേരാൻ പോലും നേതാക്കൾ തയ്യാറായത്, അല്ലെങ്കിൽ മാത്യു ടി തോമസും കൃഷ്ണൻകുട്ടിയും അടങ്ങുന്ന പവർ ഗ്രൂപ്പ് അതിന് തയ്യാറായത്. എന്തായാലും ആ സാഹചര്യത്തിൽ പോലും വലിയ വിമർശനമാണ് സ്വതന്ത്ര സംഘടനാ സംവിധാനം രൂപീകരിക്കാത്തതിനെതിരെ ഈ നേതാക്കൾക്കെതിരെ ഉയരുന്നത്. പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത് ഇപ്പോഴും സാങ്കേതികമായി നോക്കുകയാണെങ്കിൽ കേരളത്തിലെ LDFനൊപ്പം നിൽക്കുന്ന JDS, അത് മാത്യു ടി തോമസ് വിഭാഗം എന്ന് നമ്മൾ വിളിക്കുമെങ്കിലും ആ JDS ഇപ്പോഴും ദേശീയ തലത്തിലുള്ള NDA മുന്നണിയുടെ ഭാഗമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ പറയുന്ന 2 MLAമാർ മാത്യു ടി തോമസും മന്ത്രി കെ കൃഷ്ണൻകുട്ടിയും NDAയുടെ ഭാഗമായിട്ടുള്ള MLAമാർ തന്നെയാണ്. അപ്പോൾ സാങ്കേതികമായി അവർ NDAയ്ക്കൊപ്പമാണ്, അല്ലാതെ കേരളത്തിൽ തങ്ങൾ LDFനൊപ്പമാണെന്ന് പറയുമെങ്കിൽ പോലും. അപ്പോൾ പുതിയ പാർട്ടി രൂപീകരിക്കുകയോ പുതിയൊരു ലയനസാധ്യത തേടുകയോ ചെയ്താൽ നിലവിലുള്ള MLA സ്ഥാനം 2 പേർക്കും രാജിവെക്കേണ്ടി വരും, ഇല്ലെങ്കിൽ കൂറുമാറ്റ നിരോധന നിയമപ്രകാരം അടക്കമുള്ള നടപടികളൊക്കെ നേരിടേണ്ടി വരും. ഈ സാഹചര്യത്തിലാണ് MLA സ്ഥാനം സംരക്ഷിച്ചു നിർത്താൻ മാത്യു ടി തോമസും കെ കൃഷ്ണൻകുട്ടിയും ഇത്തരത്തിലൊരു പുതിയ മുന്നണി പാർട്ടി രൂപീകരിക്കുന്നതിൽ നിന്ന്, അല്ലെങ്കിൽ മറ്റൊരു സോഷ്യലിസ്റ്റ് കക്ഷിയുമായി ലയനത്തിൽ ഏർപ്പെടാനുള്ള സാധ്യതകളിൽ നിന്നൊക്കെ പിന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഈ നേതാക്കന്മാർ ഉയർത്തുന്ന പ്രധാനപ്പെട്ട വിമർശനം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പരിധിവരെ അതൊക്കെ ശരിവെക്കേണ്ടിയും വരും. എന്തായാലും അങ്ങനെയൊരു സിറ്റുവേഷനിൽ, അങ്ങനെയൊരു സാഹചര്യത്തിൽ പാർട്ടി തുടരുന്നു, ആ പാർട്ടി അതിൽ സ്വന്തം അസ്തിത്വം നഷ്ടമായിക്കൊണ്ടിരിക്കുന്നു തുടങ്ങിയിട്ടുള്ള വിമർശനങ്ങൾ നേതാക്കൾ സജീവമാക്കുന്നുണ്ട്. എന്തായാലും ഇക്കാര്യത്തിൽ എന്ത് തീരുമാനമാണ് കേരളത്തിലെ JDS ഘടകം എടുക്കുക എന്നുള്ളതാണ് വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണേണ്ടത്. നേരത്തെ വിനോദ് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് CPM അടക്കം ആവശ്യപ്പെട്ടതാണ് എന്തെങ്കിലും ഒരു തീരുമാനം ഇവിടെ ഉണ്ടാകണമെന്നുള്ളത്. അങ്ങനെ പലതരത്തിലുള്ള ലയന ചർച്ചകളൊക്കെ അല്ലെങ്കിൽ ഫോർമുലകളൊക്കെ വന്നതാണ്. JDS RJDയുമായി ലയിക്കാനുള്ള സാധ്യത, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചർച്ചകൾ ഉണ്ടാകാം. അങ്ങനെ NCP തുടങ്ങിയിട്ടുള്ള ഒരു ഒട്ടനവധി പാർട്ടികളുമായിട്ടുള്ള ചർച്ചാ സാധ്യതകളൊക്കെ പല തലത്തിൽ നമ്മൾ വിശകലനം ചെയ്തതാണ്. എന്തായാലും ഇതുവരെയും JDS അതിന് തയ്യാറായിട്ടില്ല. അങ്ങനെ ഏത് തരത്തിലുള്ള ഒരു അലയൻസ് വന്നാലും ശരി, സ്വന്തം മന്ത്രിസ്ഥാനവും MLA സ്ഥാനവും ഒക്കെ രാജിവെക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട 2
സോഷ്യലിസ്റ്റ് നേതാക്കൾ നേരിടുന്നു. ആ ഒരു അധികാരത്തിൽ കടിച്ചു തൂങ്ങിയിരിക്കാനുള്ളതാണ്, അല്ലെങ്കിൽ ആ ഒരു ശ്രമങ്ങളാണ് ഇവർ ഈ രീതിയിൽ പാർട്ടി രൂപീകരണത്തിന് തയ്യാറാകാത്തതെന്ന് മറ്റ് നേതാക്കളും പറയുമ്പോൾ JDS-ന്റെ ഭാവിയിൽ അല്ലെങ്കിൽ വരും ദിവസങ്ങളിലും JDS-ൽ വലിയ പൊട്ടിത്തെറികൾക്കൊക്കെ കാരണമായേക്കാം. ഒരുപക്ഷേ വീണ്ടും ഒരു പിളർപ്പിനൊക്കെയുള്ള സാധ്യത മുൻകൂട്ടി കാണേണ്ടിയിരിക്കുന്നു. എന്തായാലും വലിയ വിമർശനങ്ങൾ നേതൃത്വത്തിനെതിരെ വരുന്നു. കഴിഞ്ഞ ദിവസം സംസ്ഥാന ഭാരവാഹി യോഗത്തിൽ വരുന്ന ബ്രൂവറി വിഷയത്തിൽ വരുന്ന വിവാദങ്ങളും വിമർശനങ്ങളും പോലും ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ്. നേതാക്കൾക്കിടയിലെ ഈ അതൃപ്തി തന്നെയാണ് കൃഷ്ണൻകുട്ടിയുടെ മന്ത്രിസ്ഥാനത്ത് നിന്ന് കൃഷ്ണൻകുട്ടിയെ പിൻവലിക്കണം തുടങ്ങിയിട്ടുള്ള ആവശ്യങ്ങൾ പോലും ഉന്നയിക്കാൻ കാരണമായത്. വിനോദ്. തീർച്ചയായും പ്രജിത്ത് രേഖപ്പെടുത്തുന്നത് പോലെ തന്നെ ജനതാദൾ എസ് വലിയ പ്രതിസന്ധിയിലേക്കാണ് നീങ്ങുന്നത്. അവരുടെ ദേശീയ ഘടകം NDAക്കൊപ്പം കൂട്ടുകൂടിയെങ്കിലും സംസ്ഥാന ഘടകം LDFൽ തുടർന്ന് മന്ത്രിപദവി അടക്കം മുന്നോട്ട് പോകുന്നു. പുതിയ പാർട്ടി രൂപീകരിക്കണമെന്നുള്ള CPMന്റെ നിർദ്ദേശം പോലും നടപ്പാകുന്നില്ല. ജനതാദൾ എസ് പുതിയ കേരള ഘടകമായി മാറാനുള്ള നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകാത്തത് പാർട്ടിക്കുള്ളിൽ വലിയ അസ്വസ്ഥതകൾ ഉണ്ടാക്കുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രജിത് മോഹൻ.